ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? സുഖമായിട്ടിരിക്കുന്നില്ലേ? നമ്മൾ കുറച്ച് ബിസി ആയി പോയിട്ടോ. അതാണിപ്പോൾ കുറേ ആയിട്ട് വീഡിയോ ഒന്നും കറക്റ്റ് അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് പറ്റാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ഇന്നത്തെ ദിവസം ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വേഗത ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. മോൾക്ക് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കാമെന്ന് ഇന്നലെ എനിക്കൊരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് പഴമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പഴുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ പഴമൊക്കെ പുഴുങ്ങിയെടുക്കാനുള്ളതൊക്കെ ഞാൻ ആദ്യം നല്ല പഴുത്തത് നോക്കിയിട്ടാണ് കേട്ടോ ആദ്യം എടുക്കുന്നത്. അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പഴം മാത്രം പോലെ അതിൻ്റെ ഒപ്പം നമുക്ക് ഒന്നുകൂടെ ഹെൽത്തി ആക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ചൊരു മുട്ടയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ പിന്നെ കുഞ്ഞാക്കായാലും മക്കൾക്കായാലും എനിക്കായാലും ഒന്നും കടിയും കറിയും വേണം അങ്ങനത്തെ നിർബന്ധമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്തെങ്കിലും ആയാൽ അത് തന്നെ കഴിച്ചോളൂ എല്ലാവരും. അതുകൊണ്ട് എനിക്ക് എളുപ്പമാണ് കേട്ടോ. ചില ദിവസം വയ്യാണ്ടായാലൊക്കെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയാലും അത് തന്നെ എല്ലാവർക്കും മതിയാവും. അങ്ങനെ ഇതാ ഇന്നിപ്പോൾ പഴവും മുട്ടയൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ എന്തായാലും കഴുകിയിട്ട് തന്നെ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ പഴം കേട്ടോ നമ്മൾ കഴുകിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ചോറിൻ്റെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അതൊന്ന് റൈസ് കുക്കറിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ മോൾക്ക് സ്കൂളിലേക്ക് കറിയായിട്ട് കൊടുക്കുന്നത് നമ്മുടെ തക്കാളി ഉള്ളിയും വാട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതിന് വലിയ പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് പിന്നെ സാവധാനം ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് പിന്നെ ഉച്ചത്തേക്ക് ഇന്നലെ വെച്ച മീൻ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറിയൊന്നും വെക്കേണ്ട പരിപാടിയില്ല. ബ്രേക്ക്ഫാസ്റ്റിലേക്കും കറീൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ നല്ലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എല്ലാ പണികളും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ. അങ്ങനെ പിന്നെ ഒരടുപ്പത്ത് ഇതാ പഴം പുഴുങ്ങാനും വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ഞാൻ മീൻകറി ഒന്ന് തിളപ്പിച്ച് വെക്കാം കേട്ടോ. ഇന്നലെ ഞാൻ ഫ്രിഡ്ജിലേക്കൊന്നും വെച്ചിട്ടില്ലായിരുന്നു. രാത്രി നമ്മൾ തിളപ്പിക്കുന്ന കറിയൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ ഫ്രിഡ്ജിലേക്കൊന്നും എടുത്ത് വെക്കാറില്ല കേട്ടോ. രാവിലെ പിന്നെ എണീറ്റ പാട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് വെക്കുക. അത് തന്നെയാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ സ്ഥിരം പതിവ്. പിന്നെ ഇപ്പോൾ കിച്ചണിൽ നിന്നിട്ട് നമുക്ക് കാര്യമായിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിതാ വേഗം അലക്കാനുള്ളത് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മെഷീൻ വാഷ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഇതാണ് കേട്ടോ സുഖം. രാവിലെ തന്നെ നമ്മൾ കിച്ചണിൽ പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ വന്നിട്ട് ഈ ഒരു അലക്കാനുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കിച്ചണിലെ പണികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ അലക്കൽ പരിപാടി അങ്ങ് കഴിഞ്ഞോളൂ കേട്ടോ. അപ്പം മെഷീൻ വാഷ് ചെയ്യുന്നവരാണ് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. ഇന്ന് പിന്നെ എനിക്ക് മോളുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ കല്ലുമ്മ അലക്കാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ അത് ഈ ഒരു പരിപാടി അങ്ങ് കഴിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് ഡെയിലി ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. നമ്മൾ കിച്ചണിൽ കയറുന്ന ആ ഒരു ടൈമിൽ തന്നെ വന്നിട്ട് നമുക്ക് അലക്കാനുള്ളതും കൂടെ ഇട്ട് കൊടുക്കും. ഇടയ്ക്കൊന്ന് വെള്ളം ചേഞ്ച് ചെയ്യേണ്ട പരിപാടിയല്ലേ ഉള്ളൂ. അത് നമുക്ക് എന്തായാലും ടൈം കിട്ടുമല്ലോ. പിന്നെ നമ്മൾ കിച്ചണിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു പാത്രം എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രം അപ്പം കഴുകി വെക്കുക. അതുപോലെ തന്നെ ഒരുപാട് പാത്രം നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യാൻ എടുക്കാതിരിക്കുക എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പാത്രം ഉണ്ടെങ്കിൽ നമ്മളെല്ലാം തന്നെ നിരത്തും. അപ്പോൾ നമുക്ക് കുറച്ച് പാത്രങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വേറെ ആവശ്യത്തിന് നമ്മൾ അത് എടുക്കുമ്പോൾ അത് പിന്നെ കഴുകിയിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുമല്ലോ. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ ഉള്ള വീട്ടുകാരാണ് ഒരുപാട് എടുത്തു വെച്ചാൽ നാശമാകുന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് പാത്രങ്ങൾ ഒരു മാസത്തേക്ക് കുറച്ച് പാത്രങ്ങൾ എടുക്കുക, അത് യൂസ് ചെയ്യുക. അതിന് ശേഷം പിന്നെ അത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പാത്രങ്ങൾ എടുക്കുക. അങ്ങനെ വിരുന്നുകാർക്ക് മാത്രമായിട്ട് കുറച്ച് പാത്രങ്ങൾ അങ്ങനെയൊന്നും മാറ്റി വെക്കാണ്ട് എല്ലാ പാത്രങ്ങളും നമ്മൾ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ പഴവും മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അതാ ഞാൻ മോൾക്ക് സ്നാക്കിന് വേണ്ടിയിട്ട് കുറച്ചൊരു പൊട്ടറ്റോയും കൂടെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിലെടുക്കുക ഇതാ കുഞ്ഞാക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനിത് ആൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടെ കൊടുക്കുകയാണ്. അധിക ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ കുടിക്കാറുള്ളത്. ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ പോകണമെന്ന് പറഞ്ഞപ്പോൾ വേഗം എടുത്തു കൊടുത്തതാണ്. പിന്നെ ഞാൻ മോളുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അതൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഞാൻ ഇടയിലൂടെ ആയ പാത്രങ്ങളൊക്കെ കഴുകിയത് കാരണം എനിക്കിതാ കുറച്ച് പാത്രങ്ങളും കൂടി ഉള്ളൂ കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ മക്കളെ എണീക്കുമ്പോഴത്തേക്ക് ഈ ഒരു കിച്ചണിൽ നിന്ന് നമുക്ക് ഏകദേശം ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ പിന്നെ അവർ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരുടെ ഒപ്പം നിൽക്കണമല്ലോ സ്കൂളിൽ പോകുന്നത് വരെ. അപ്പോൾ നമ്മൾ ആയ പാത്രങ്ങൾ ഇടയിൽ കൂടെ കഴുകുക, അങ്ങനത്തെ നമുക്ക് ഇടയിലൂടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് തീർക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ അവർ പോയി കഴിഞ്ഞാലും പെട്ടെന്ന് നമ്മുടെ ബാക്കിയുള്ള പണികളൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് ഫ്രീ ടൈമും കിട്ടും കേട്ടോ. പിന്നെ എൻ്റെ ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് പിന്നെ ഞാനിതാ കൈയോടെ തന്നെ നമ്മുടെ കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി ഇടുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ കുറച്ചൊരു നേരത്തെ എണീക്കുകയാണെങ്കിൽ നമുക്ക് ഈ പണികളൊക്കെ വേഗം തീർക്കാം കേട്ടോ.
ഞാൻ പിന്നെ അധികം മോള് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഏകദേശം പണികളൊക്കെ അങ്ങ് തീർത്ത് വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് ഒന്ന് പഠിക്കണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനൊക്കെ നമുക്ക് ഒരുപാട് ടൈം കിട്ടും കേട്ടോ. അപ്പം നമ്മൾ രാവിലെ കുറച്ചൊന്ന് നേരത്തെ, അതും ഒരുപാട് നേരത്തെ എണീക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. രാവിലെ ഒന്ന് എണീക്കുക, നമ്മുടെ പ്രഭാത കാര്യങ്ങളൊക്കെ ചെയ്യുക, കുറച്ച് നേരം പ്രാർത്ഥിക്കുക, അതിന് ശേഷം കിച്ചണിൽ വരിക, അതിനൊക്കെയുള്ള കുറച്ചൊരു ടൈം നമ്മൾ കണ്ടെത്തുക കേട്ടോ. പിന്നെ ഇതാ ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ തുടക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഡോറും കൂടി ഒന്ന് തുടക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നൊരു ഐറ്റമല്ലേ, ഫ്രിഡ്ജിൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് തുറക്കുമ്പോൾ അവിടെ എപ്പോഴും അഴുക്കുണ്ടാവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അധികം അവിടെ ഒന്ന് തുടച്ചിടുക കേട്ടോ. അങ്ങനെ കിച്ചണൊക്കെ നീറ്റാക്കിയതിന് ശേഷം ഇനിയിപ്പോൾ ലാസ്റ്റ് പരിപാടി നമ്മുടെ വേസ്റ്റും കൂടെ ഒന്ന് കൊട്ടിടണം കേട്ടോ. അപ്പോൾ ഫുഡ് വേസ്റ്റൊക്കെ കൊട്ടാൻ പോയപ്പോൾ ആരോ അവിടെ മൂടിയൊക്കെ തുറന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതൊക്കെ പോയിട്ടൊന്ന് കൊട്ടി അവിടെയൊക്കെ ഒന്ന് അടച്ചു വെച്ച് നീറ്റാക്കിയിട്ട് വന്നു. ഒരുപാട് അമ്മമാർക്ക് പരാതി ഉണ്ട്, നമുക്ക് കുറച്ച് നേരം ഫ്രീ ടൈം കിട്ടുന്നില്ല, അല്ലെങ്കിൽ വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ എണീക്കുക, അതുപോലെ ഒരു പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ അങ്ങ് തീർക്കുക. അങ്ങനെ വെറുതെ ഇരിക്കാണ്ട് രാവിലെ തന്നെ എല്ലാ പണികളും തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ടൈം ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ആദ്യം നമുക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ഒരു പണീൻ്റെ ഇടയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അങ്ങനെ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് പ്രാക്ടീസ് ആയിക്കോളൂ കേട്ടോ. അങ്ങനെ ഇതാ അലക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ മോൾ എണീറ്റിട്ട് ഫ്രഷ് ആവാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാൻ ബെഡും കൂടെ ഒന്ന് വിരിച്ചിടുകയാണ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും, ഞാൻ രാവിലെ ഒരു 10 മിനിറ്റ്സിൻ്റെ ഒരു ക്വിക്ക് ക്ലീനിങ് ചെയ്യാറുണ്ട്. അതിൽ പെട്ടതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബെഡ് വിരിച്ചിടുക, അതുപോലെ എന്താ പറയുക, നമ്മുടെ സെറ്റി കാര്യങ്ങളൊക്കെ വിരിച്ച് നീറ്റാക്കി ഇടുക. അതൊക്കെ നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട്, രാവിലെ ഒരു 10 മിനിറ്റ് മതി, നമുക്ക് അത് നീറ്റാക്കി ഇട്ടാൽ അടിച്ചു വാരിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരികയൊക്കെ ചെയ്താൽ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. എന്താ പറയുക, അവിടെ ഇവിടെയും ചെറിയ മക്കളുള്ള വീട്ടിൽ എന്തായാലും നമ്മളൊരു സ്ഥാനം എടുത്ത സ്ഥലത്ത് തന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് രാവിലെ തന്നെ എണീറ്റിട്ട് പെട്ടെന്നൊന്ന് നീറ്റാക്കിയിട്ടാൽ ഒരാൾ കയറി വന്നാൽ നല്ല വൃത്തിയോടുകൂടി കിടക്കും കേട്ടോ. നമ്മൾ അടിച്ചു വാരിയിട്ടില്ല എന്നും കൂടി തോന്നൂല. അപ്പോൾ ഇതാ ഞാൻ ബെഡൊക്കെ വിരിച്ചിട്ടതിന് ശേഷം സെറ്റിങ് കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടുക, അങ്ങനത്തെ പരിപാടികളൊക്കെ വേഗം ചെയ്തെടുക്കാം കേട്ടോ. മോള് ഈ സമയത്ത് കുളിക്കുന്നുണ്ട്, അവൾ വരുമ്പോഴത്തേക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു പണികളൊക്കെ ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് ഫ്രഷ് എയർ ഒന്ന് വരുത്തിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ എന്താ പറയുക, എല്ലാവർക്കും മടിയുള്ള ആളുകളാണ്, എല്ലാവർക്കും മടിയൊക്കെ വരും. ജനലൊക്കെ തുറന്നിട്ട് ആ ഒരു വെളിച്ചവും കാര്യങ്ങളൊക്കെ നമ്മൾ അകത്തേക്ക് വരുമ്പോൾ ഒക്കെ നമുക്ക് തന്നെ പണികൾ ചെയ്യാൻ പെട്ടെന്നൊരു എനർജിയൊക്കെ വരും കേട്ടോ. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ മടി എങ്ങോട്ട് പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ മോള് പോകുന്നതിന് മുമ്പ് ഈ ഒരു സിറ്റ് ഔട്ടും കൂടെ തുടച്ചിട്ടു കേട്ടോ. അധികം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, രാവിലെ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി ഈ ഒരു സിറ്റ് ഔട്ട് തുടച്ചിടലാണ്. ഇന്നിപ്പോൾ അകത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. സിറ്റ് ഔട്ട് അങ്ങ് നീറ്റാക്കിയിട്ടാൽ പിന്നെ പെട്ടെന്ന് ഒരാൾ വന്നാൽ അകത്തേക്ക് കയറിയിട്ടില്ലെങ്കിൽ നമ്മുടെ സിറ്റ് ഔട്ടിൽ നിൽക്കുമ്പോൾ അവിടെ നല്ല നീറ്റായിട്ടുണ്ടാവുമല്ലോ. ആദ്യം നമ്മളൊരാൾ വരുമ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടും അതുപോലെ മുറ്റവും കാര്യങ്ങളൊക്കെ അല്ലേ നോക്കുക. അപ്പോൾ അവിടെ വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ. അപ്പോൾ അവിടെയൊക്കെ നമ്മളൊന്ന് നീറ്റാക്കിയിടുക. പിന്നെ ഇപ്പോൾ ഞാൻ മോളെയൊക്കെ ഒന്ന് കൊണ്ടാക്കി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കുള്ള മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഈ ഒരു അടിച്ചുവാരി തുടക്കാനും കൂടി മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള പരിപാടികൾ, പാത്രം കഴുകുക, കിച്ചൺ നീറ്റാക്കുക, അതൊക്കെ നമ്മൾ ചെയ്തതാണല്ലോ. അപ്പോൾ പിന്നെ അവളെ കൊണ്ടാക്കി വന്നു കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി, പിന്നെ കുളിക്കുക, നമ്മുടേതായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള ടൈം ഒരുപാടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം 10 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴാണ് ഞാൻ ഈ ഒരു അടിച്ചുവാരി തുടക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇനി എനിക്കുള്ളത് ബാക്കി ഫുൾ ടൈമാണ് കേട്ടോ. കാരണം നമ്മൾ രാവിലെ ഒരു അരമണിക്കൂർ മുമ്പേ നേരത്തെ എണീറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ടൈം ഫ്രീ ആയിട്ട് തന്നെ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് കല്ലുമ്മ കുറച്ച് അലക്കാനും കൂടെ ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ ഞാൻ തുടച്ചിട്ട് അതവിടെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. തുടച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ സമയത്ത് തുടച്ച പാടന്നെ ആരും അകത്ത് കയറുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. കാരണം ആ കാലിൻ്റെ പാട് ഇങ്ങനെ കാണും. അപ്പോൾ ഞാൻ അധികം ഈ ഒരു അലക്കൽ പരിപാടിയൊക്കെ കല്ലുമ്മ അലക്കാനൊക്കെ ഉണ്ടെങ്കിൽ തുടച്ച് അവിടെ ഇട്ടിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ അലക്കലൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ ഉണങ്ങി നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ പണികൾ ചെയ്യുമ്പോൾ ഒരു ഓർഡറിൽ ചെയ്യുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെഷീനിൽ അലക്കാത്ത ആളുകളാണെങ്കിൽ ചിലപ്പോൾ മക്കൾ പോയി കഴിഞ്ഞാലൊക്കെ ആയിരിക്കും നമുക്ക് ടൈം കിട്ടുക. അപ്പോൾ ചില സ്ഥലത്ത് കല്ലിൻ്റെ അടുത്തേക്ക് ഭയങ്കരമായിട്ട് വെയിൽ വരും. അപ്പോൾ നമ്മൾ ആ ഉച്ച സമയത്ത് നല്ല വെയിലത്ത് നിന്ന് അലക്കാതെ ഫസ്റ്റ് എന്താ പറയുക, അലക്കൽ പരിപാടി തീർക്കുക, എന്നാൽ നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് ഉണങ്ങിയും കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ തന്നെ ഒരു ടൈം ഷെഡ്യൂളും അതുപോലെ പണികൾക്ക് ഏതൊക്കെ ടൈമിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ളൊരു ഇത് നമ്മൾ തന്നെ തയ്യാറാക്കി എടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മളെ പണികൾ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ
ഇപ്പോൾ ഈ ഒരു രാവിലെ അലക്കിയിടുന്നതിൻ്റെ മെയിൻ ഗുണം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അകത്തുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് വെയിലുള്ള ദിവസങ്ങളാണെങ്കിൽ തുണികളും കൂടി അങ്ങ് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു തുണികൾ മടക്കുന്ന പരിപാടി നമുക്ക് എല്ലാവർക്കും മടിയുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ പിന്നെ രാവിലെ തന്നെ ഇതൊക്കെ അങ്ങ് ഉച്ചയാകുമ്പോഴത്തേക്ക് ഉണങ്ങി കിട്ടുകയാണെങ്കിൽ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഇതും കൂടി ഒന്ന് മടക്കി വെച്ചിട്ട് കുളിച്ച് വന്നാൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. കുളിച്ചതിന് ശേഷം പിന്നെ തുണികൾ കണ്ടാൽ മടക്കാനേ തോന്നില്ല. പിന്നെ അത് അവിടെ ഇടും. പിന്നെ അന്ന് വൈകുന്നേരമാവും, പിറ്റേ ദിവസമാവും, അത് അങ്ങനെ കിടക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അലക്കിയിടുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഒക്കെ നീറ്റായി കിടക്കുന്നില്ല. അപ്പോൾ ആ തുണികളും കൂടെ അവിടെ കാണുമ്പോൾ നമുക്ക് എന്തായാലും അത് മടക്കി വെക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നാലും നമ്മളെ പണികൾ പെട്ടെന്ന് തന്നെ തീരാനുള്ള ചാൻസ് ഉണ്ട്. എനിക്കിതാ എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ തുണികളും കാര്യങ്ങളൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും മടക്കി വെക്കുക, കുളിക്കുക, ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ പരിപാടികൾ. പിന്നെ നൈറ്റിലേക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കാനുണ്ടെങ്കിൽ അത് ഈവനിങ്ങിൽ അങ്ങ് കിച്ചണിൽ കയറിയിട്ട് അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക. അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ മക്കൾ വരുമ്പോൾ അവർക്ക് ചായ കൊടുക്കുക, ഇതൊക്കെ തന്നെ നമ്മുടെ ഡെയിലി റൂട്ടീനുകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.